വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അന്താരാഷ്ട്ര സംഘടനയായ റെഡ് ക്രോസിനെ കുറിച്ചാണ്. ഈ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ യുദ്ധത്തിന് ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ്. അതായത് യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഇരയായവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത്. ഈ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു യുദ്ധമുണ്ട്. സോൾഫറിനോ എന്നാണ് ആ യുദ്ധത്തിന്റെ പേര്. അപ്പൊ ഈ സോൾഫറിനോ യുദ്ധം എന്നാ നടന്നത് 1859 സോൾഫറിനോ യുദ്ധം നടക്കുന്നത്. ആ സോൾഫറിനോ യുദ്ധത്തില് പരിക്കേറ്റവരെ സഹായിച്ച പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ഹെൻറി ഡ്യുനാന്റ് എന്ന് പറയുന്നത്. ആരാണ്? ഹെൻറി ഡ്യുനാന്റ്. ഈ ഹെൻറി ഡ്യുനാന്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏത് സംഘടന സ്ഥാപിക്കുന്നത്? റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. അങ്ങനെ 1859 അദ്ദേഹം സോൾഫറിനെ യുദ്ധം കാണുകയാണ്. അതിൽ ധാരാളം അദ്ദേഹം വിഷമിക്കുകയാണ്. അതിൽ പരിക്കേറ്റ ആൾക്കാരൊക്കെ അദ്ദേഹം സഹായിച്ചു. ഇനി ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ യുദ്ധക്കെടുതിയിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി 1863 റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഹെൻറി ഡ്യുനാന്റ് രൂപം നൽകി. അപ്പോൾ ഹെൻറി ഡ്യുനാന്റ് റെഡ് ക്രോസ് സ്ഥാപിച്ച വർഷം 1863. അപ്പൊ യുദ്ധത്തിന് ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ്. അങ്ങനെ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള യുദ്ധം സോൾഫറിനോ എന്ന് പറയുന്ന യുദ്ധമാണ്. ഈ സോൾഫറിനോ യുദ്ധത്തിന് ഇരയായവരെ അല്ലെങ്കിൽ പരിക്കേറ്റവരെ സഹായിച്ച വ്യക്തിയുടെ പേരാണ് ഹെൻറി ഡ്യുനാന്റ്. ഈ ഹെൻറി ഡ്യുനാന്റ് ആണ് സോൾഫറിനോ യുദ്ധം നടന്ന വർഷം 1859. 1863 ഹെൻറി ഡ്യുനാന്റ് സ്ഥാപിക്കുന്നത്? നമ്മുടെ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ഹെൻറി ഡ്യുനാന്റ് ആണ്. അദ്ദേഹം സ്വിറ്റ്സർലൻഡുകാരനാണ്. റെഡ് ക്രോസ് സ്ഥാപിച്ച വർഷം എന്നാണെന്നാ പറയുന്നത് 1863 കേട്ടോ. ഇനി റെഡ് ക്രോസിനെ കുറിച്ച് എന്താ പറയണ്ടേ ചോദിച്ചാൽ, റെഡ് ക്രോസിന് സ്വന്തമായിട്ട് ഒരു ചിഹ്നം ഉണ്ട്. റെഡ് ക്രോസിന്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ റെഡ് ക്രിസ്റ്റൽ ആണ്. റെഡ് ക്രോസിന്റെ ചിഹ്നത്തിന്റെ പേരെന്താണ്? റെഡ് ക്രിസ്റ്റൽ എന്നാണ് റെഡ് ക്രോസിന്റെ ചിഹ്നം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റെഡ് ക്രോസ് ഡേ ഉണ്ട്. റെഡ് ക്രോസ് ഡേ എന്താണെന്ന് ചോദിച്ചാൽ ഹെൻറി ഡ്യുനാന്റിന്റെ ജന്മദിനമാണ് റെഡ് ക്രോസ് ഡേ. മെയ് 8 റെഡ് ക്രോസ് ഡേ. എന്നാണ്? മെയ് 8 റെഡ് ക്രോസ് ഡേ. അത് ഹെൻറി ഡ്യുനാന്റിന്റെ ജന്മദിനം കൂടിയാണെന്ന് ഓർക്കുക. ഇനി റെഡ് ക്രോസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് റെഡ് ക്രോസിന്റെ ആസ്ഥാനം പറയുന്നത്. ഇനി റെഡ് ക്രോസിന് ഒരു ആപ്തവാക്യമുണ്ട്. എന്താണ് റെഡ് ക്രോസിന്റെ ആപ്തവാക്യം? യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം എന്നതാണ് റെഡ് ക്രോസിന്റെ ആപ്തവാക്യം. യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. എന്താണ്? യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം എന്നതാണ് എന്തിന്റെ ആപ്തവാക്യം? റെഡ് ക്രോസിന്റെ ആപ്തവാക്യം. റെഡ് ക്രോസിന് സ്വന്തമായിട്ടൊരു പതാകയുണ്ട്. പതാകയുടെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്. റെഡ് ക്രോസിന്റെ പതാകയുടെ നിറം വൈറ്റ് ആണ്. ശരിക്കും വെള്ള നിറത്തിലുള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു കുരിശിന്റെ ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്നുണ്ട്. വെള്ള നിറത്തിലുള്ള പതാകയിൽ ചുവന്ന നിറത്തിലുള്ള കുരിശിന്റെ ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതിയിൽ റെഡ് ക്രോസിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഇനി ആണവായുധങ്ങൾക്കൊക്കെ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന ഏതെന്ന് ചോദിച്ചാൽ റെഡ് ക്രോസാ പറയാ. ആണവായുധങ്ങൾക്കൊക്കെ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ്. ഇനി യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടാണ് റെഡ് ക്രോസ് വന്നത്. അങ്ങനെ യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ അനുശാസിക്കുന്ന റെഡ് ക്രോസിന്റെ പ്രേരണയാൽ രൂപം കൊണ്ട ഒരു പെരുമാറ്റ ചട്ടമുണ്ട്. ആ പെരുമാറ്റ ചട്ടത്തിന്റെ പേര് 1864 ജനീവ കൺവെൻഷൻ ആണ്. യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് ഇടപെടുക എന്ന് അനുശാസിക്കുന്ന റെഡ് ക്രോസിന്റെ പ്രേരണയാൽ രൂപം കൊണ്ട പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് 1864 ജനീവ കൺവെൻഷൻ ആണ്. ഏതാണ്? 1864 ജനീവ കൺവെൻഷൻ ആണ്. ഇനി റെഡ് ക്രോസിന്റെ അടുത്ത ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആണവായുധങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയത് റെഡ് ക്രോസ് ആണ്. അടുത്ത നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം റെഡ് ക്രോസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച അന്താരാഷ്ട്ര സംഘടനയുടെ പേര് റെഡ് ക്രോസ് ആണ്. 1917,
1944, 1963 3 തവണ റെഡ് ക്രോസിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1917, 1944, 1963. ഇപ്പൊ റെഡ് ക്രോസിന് 1917 നോബൽ പ്രൈസ് ലഭിച്ചതെങ്കിൽ റെഡ് ക്രോസിന്റെ സ്ഥാപകനായിട്ടുള്ള ഹെൻറി ഡ്യുനാന്റ് നോബൽ പ്രൈസ് എന്നാണോ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ച വർഷം തന്നെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ഹെൻറി ഡ്യുനാന്റിനാണ്. അപ്പൊ ആദ്യമായിട്ട് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണ്? സ്വിറ്റ്സർലൻഡുകാരനായ ഹെൻറി ഡ്യുനാന്റ് ആണ്. അപ്പൊ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? ഹെൻറി ഡ്യുനാന്റ് ആണ്. റെഡ് ക്രോസിന്റെ സ്ഥാപകനാണെന്നും കൂടി ഓർത്തു വെക്കാം. ഇനി ഇസ്ലാമിക രാജ്യങ്ങളാവുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. പേര് റെഡ് ക്രസന്റ് എന്നാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റെഡ് ക്രസന്റ് എന്ന പേരിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ റെഡ് ക്രോസ് ഉണ്ട്. അമേരിക്കൻ റെഡ് ക്രോസ് ആരാ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ക്ലാര ബാർട്ടൺ ആണ്. ആരാണ്? ക്ലാര ബാർട്ടൺ. 1881 അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചത്. ക്ലാര ബാർട്ടൺ 1881 എന്ത് സ്ഥാപിക്കുന്നത്? അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിക്കുന്നത്. ഇനി അടുത്തത് ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ജനീവയാണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് കേട്ടോ. ഇനി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. അത് നിലവിൽ വന്നത് 1920 ഇന്ത്യയിലെ റെഡ് ക്രോസ് സൊസൈറ്റി, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് 1920 അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി നമ്മള് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള ഹെൻറി ഡ്യുനാന്റിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജന്മദിനം മെയ് 8 എന്താണ്? റെഡ് ക്രോസ് ദിനമാണ്. അദ്ദേഹമാണ് 1901 ആദ്യത്തെ അല്ലെങ്കിൽ പ്രഥമ നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വിന്നർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, എ മെമ്മറി ഓഫ് സോൾഫെറിനോ. എന്താണ്? എ മെമ്മറി ഓഫ് സോൾഫെറിനോ. നമുക്ക് സോൾഫെറിനോ ഓർമ്മയില്ലേ? സോൾഫെറിനോ യുദ്ധം അല്ലെ? അതാണ് ഈ ഒരു റെഡ് ക്രോസ് സൊസൈറ്റി രൂപീകരിക്കാൻ കാരണമായത് അല്ലെ? ആ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്. കൂടാതെ ഇദ്ദേഹം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആര്? നമ്മുടെ ഹെൻറി ഡ്യുനാന്റ്. പ്രത്യക്ഷപ്പെട്ട വർഷം 1963 അപ്പൊ ഹെൻറി ഡ്യുനാന്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഏത് വർഷമാണ്? 1963. ഇത്രയാണ് ഇന്നത്തെ അന്താരാഷ്ട്ര സംഘടനയായ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്തരം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ക്ലാസ്സുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.